1 കിലോ മൈദ കൊണ്ട് 9 പൊറാട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ 400 ഗ്രാം മൈദ കൊണ്ട് ഞാനിവിടെ 10 പൊറാട്ട ഉണ്ടാക്കി കാട്ടിത്തരാം. അതാണ് എൻ്റെ വീഡിയോയിൽ ഇന്ന് കാട്ടിത്തരാൻ പോണത്. നല്ല അടിപൊളി പൊറാട്ട. ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി അടിച്ചാലും നല്ലൊരു പൊറാട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആർക്കും പൊറാട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും പൊറാട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് വീഡിയോയിൽ കാട്ടിത്തരുന്നത്. നല്ല അടിപൊളി പൊറാട്ട, നല്ല സോഫ്റ്റ് പൊറാട്ട, നല്ല ഹെൽത്തി പൊറാട്ട എന്നൊക്കെ പറയാൻ പറ്റുമോ? ഓയിൽ ചേർത്ത് കാണാണ് പൊറാട്ട ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഹെൽത്തി എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് പൂതി ഉണ്ടാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓരോ പൊറാട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലൊരു പൊറാട്ട കണ്ടോളി. വീഡിയോ സ്വാഗതം. ഇത് എന്താണ് ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ വീഡിയോ ഇനി ഞാൻ തുടങ്ങാൻ പോവാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഒറിജിനൽ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടത് ഞാൻ അവിടെ നിന്നൊക്കെ കട്ട് ചെയ്ത് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചതാണ് അവിടെ നിങ്ങൾ കണ്ടത്. അപ്പോൾ നമ്മളിവിടെ തട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഒരു കുക്കർ നിങ്ങൾ കണ്ടില്ലേ? കുക്കറത്തിലാണ് നമ്മൾ എടുത്തത്. കുക്കറിൽ ചോറാണ് തിളപ്പിച്ച് വിട്ടുന്നത്. ഇന്നത്തെ ചോറാണ് നമ്മളിവിടെ തിളപ്പിച്ച് വിട്ടുന്നത്. എന്താ വെച്ചാൽ നല്ലോണം വെന്ത ചോറ് ഇനി പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ അത് ചിലപ്പോൾ കേടാവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഒന്നുകൂടി തിളപ്പിച്ച് വിറ്റാന്ന് വിചാരിച്ചു. അപ്പോൾ 400 ഗ്രാം മൈദ ഞാൻ എന്ത് ചെയ്തു? ഒരു തട്ടിലേക്ക് തട്ടിയെടുത്തു, അരിച്ചെടുത്താണ് ചെയ്തിരിക്കുന്നത്. ഈ ചോറ് നിങ്ങൾ കണ്ടില്ലേ? ഇന്ന് ഞാൻ ചോറ് വെച്ച് കണ്ട് മറന്നു പോയി കണ്ട് ഊറ്റാൻ മറന്നുപോയി. കുറേ സമയം വന്നപ്പോൾ ഇങ്ങനെ അഴിഞ്ഞ ചോറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആ ചോറ് വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ ലൈക്ക് കൊടുത്താളി, കമൻറ്റ് കൂടി ഇട്ടാളി, ഷെയറും കൂടി ചെയ്താളി. അപ്പോൾ ഇതേപോലെ നല്ല വെന്തേറിയ ചോറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പൊറാട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കാട്ടി തരുന്നത്. ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓയിൽ. അപ്പോൾ എങ്ങനെയാണ് ഈ 9 പൊറാട്ട 10 പൊറാട്ടയാക്കി മാറ്റാം എന്നുള്ളതാണ് വീഡിയോയിൽ കാട്ടിത്തരുന്നത്. 400 ഗ്രാം മൈദ കൊണ്ട് 10 പൊറാട്ട നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുത്തു, ഓയിൽ ഒഴിച്ചെടുത്തു, പിന്നെ ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. കുട്ടികളുടെ കോലാഹലങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റും. എന്താ പറയുക, കോലാഹലങ്ങൾക്കിടയിലും നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരുന്നത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഇടുക, ഷെയറും കൂടി ചെയ്യുക. അപ്പോൾ ആ മൈദയിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ച ചോറാൻ ചേർത്ത് കൊടുത്താലോ? നല്ല മിനുസമായിട്ട് അരച്ചെടുത്ത ചോറാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ചോറിൽ കുറച്ച് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്നതാണ് നല്ലത്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ പൊറാട്ടൻ്റെ മാവ് ഒട്ടിക്കളിച്ചിട്ട് നമ്മൾ വിചാരിച്ച പോലെ ആകൂല. മൈദ ഇല്ലാന്നുണ്ടെങ്കിൽ ആകെ കെട്ട ഇടങ്ങേറാവും നമ്മൾ. അപ്പോൾ നമ്മൾ ആദ്യം കുറേശ്ശെ ഇതുപോലെ ഞാൻ എൻ്റെ വീഡിയോയിൽ കാട്ടിത്തരുന്നത് പോലെ ഒഴിച്ചെടുക്കുക. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ കുറച്ച് ഒഴിക്കുക, എന്നിട്ട് ആ ഭാഗം കുഴച്ചെടുക്കുക, പിന്നെയും കുറച്ച് ഒഴിക്കുക, പിന്നെയും ആ ഭാഗം കുഴച്ചെടുക്കുക. ഏകദേശം ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാക്കി എടുക്കുക എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ചപ്പാത്തി ഉണ്ടാക്കുക അപ്പോൾ എല്ലാവർക്കും അറിയില്ലേ? ചപ്പാത്തി മാവിനെക്കാട്ടിലും ചെറുതായിട്ട് ലൂസായിരിക്കും. എന്നാൽ പറ്റ ലൂസായി കഴിഞ്ഞാൽ പൊറാട്ടൻ്റെ മാവ് നമ്മൾ പരത്തി എടുക്കുമ്പോൾ ചട്ടിക്ക് ഇടണ സമയത്ത് നമുക്ക് കറക്റ്റായി കിട്ടൂല. അതുകൊണ്ട് ചപ്പാത്തി മാവിനേക്കാൾ കുറഞ്ഞൊരു ലൂസും എന്നാൽ നന്നായിട്ട് ലൂസായി കഴിഞ്ഞാൽ പൊറാട്ട ചട്ടിക്ക് ഇടുമ്പോൾ പ്രയാസമായിരിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. നല്ലോണം കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. ഇനി നല്ലോണം കുഴച്ചെടുക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കണില്ല. ഇതന്നെ വീഡിയോ ലോങ് ആയി ആളുകൾ പറയും വിചാരിച്ചിട്ടാണ് എടുക്കാത്തത്. കണ്ടോ? ഇതേപോലെ പൊടിയിട്ട് കണ്ട് കുഴച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ ചോറരച്ചതിൻ്റെ ബാക്കിയുണ്ടല്ലോ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ വീണ്ടും കുഴച്ചെടുക്കുക. അങ്ങനെ ചോറരച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണമായി കഴിഞ്ഞാൽ നമുക്ക് ആ ചോറിൻ്റെ അരപ്പ് നമുക്ക് നിർത്താം. ഇൻ്റെത് ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോൾ കറക്റ്റ് ആയിക്കണേ. അപ്പോൾ ചോറ് കുറഞ്ഞ വെള്ളത്തിൽ അരച്ചെടുക്കുക. കഴിയണതും വെള്ളമില്ലാതെ അരച്ചെടുക്കണതാണ് നല്ലത്. വെള്ളം ചേർക്കാതെ അരയണില്ല എന്നുണ്ടെങ്കിൽ മാത്രം ചോറിൽ വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ മൈദ കൊണ്ടുവന്ന കവർ ഉണ്ടാവുമല്ലോ, ആ കവറിൽ നമ്മൾ കെട്ടിവെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് റെസ്റ്റിന് വെക്കുക. തലേന്ന് രാത്രി ഞാൻ ചോറൊക്കെ അരച്ചെടുത്ത് ചേർത്തിട്ടുള്ളതാണ്. ഈ പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. കറി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ കറിയും കൂടി ഉണ്ടാകുമ്പോൾ വീഡിയോ ലോങ് ആയി പോകും. ഇതന്നെ ആളുകൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇതൊക്കെ കുറേ നീട്ടി വലിച്ചാനേ എന്ന്. എങ്കിലും പൊറാട്ട ഉണ്ടാക്കാൻ നീട്ടി വലിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. ഒരു വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇതേപോലെ ആക്കിക്കൊണ്ടുവരാന്ന് പറഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഈ ഒരു രൂപത്തിലൊക്കെ നമ്മൾ ആക്കിക്കൊണ്ടുവരിക. കണ്ടില്ല നിങ്ങൾ? നല്ല അടിപൊളിയായിട്ട് മാവ് നമുക്ക് കുഴഞ്ഞ് കിട്ടിയിരിക്കണേ. ആ മാവ് കവറിൽ കെട്ടി വെച്ചത് കൊണ്ട് തന്നെ നല്ല ലൂസായിട്ട് നല്ല കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടിയിരിക്കണേ. ഇനി നമുക്ക് വെറുതെ ഒന്ന് ഓയിൽ തടവിയിട്ട് നമുക്കിത് ബോൾസുകളാക്കി എടുത്താൽ മതി. ഇനി ഇത് കുഴച്ചെടുക്കേണ്ട ഒരു നിർബന്ധമില്ല. അപ്പോൾ പൊറാട്ടൻ്റെ മാവ് എന്ന് പറഞ്ഞാൽ കുറേ കുഴച്ചെടുക്കണോടത്തല്ല കാര്യം. അത് പിന്നെ നമ്മൾ റസ്റ്റിന് വെക്കുമ്പോൾ കുഴഞ്ഞങ്ങോട്ട് വരലാണ്. അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. കുഴഞ്ഞ് വരികയാണ് കേട്ടോ. കുഴഞ്ഞങ്ങോട്ട് വന്ന് നല്ല സോഫ്റ്റായി കിട്ടും തലേ ദിവസം.
ഉണ്ടാക്കിയെടുത്താൽ ഇനിയിപ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒരു 4 മണിക്കൂറെങ്കിലും റെസ്റ്റിന് വെച്ചതിന് ശേഷം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കാട്ടിത്തരാൻ പോണത്. അപ്പോൾ കണ്ടില്ല നിങ്ങൾ, ഇതേപോലെ ഉണ്ടാക്കി വെച്ചിക്കണേ ഞാൻ. അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കുക കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഓടക്കോയിലോ എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ പരത്തിയെടുക്കും. അങ്ങനെ ഞാൻ ഇതെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഓരോന്നും ഇതുപോലെ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഓയിൽ ഇങ്ങനെ തടവി കൊടുക്കുക. ഓയിൽ ഇങ്ങനെ തടവി എടുത്ത് കഴിഞ്ഞാൽ 2 വശത്തും ഓയിൽ തടവണം. അതാണ് ഇതിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കാനുള്ളത്. 2 വശത്തും ഓയിൽ തടവിയിട്ട് പിന്നെ ഒന്നായിട്ടൊന്ന് ഇതേപോലെ വീശുക. എന്തൊരു എളുപ്പത്തിലാണ് ഇവിടെ പൊറാട്ട തയ്യാറാക്കാൻ പോണത്. കണ്ടില്ല നിങ്ങൾ, നല്ലോണം കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്നുള്ളതാണ് എൻ്റെ ഓരോ വീഡിയോയിലും ഞാൻ ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് വീഡിയോ പറഞ്ഞു തരുമ്പോൾ എങ്ങനെയായാലും 10-12 മിനിറ്റ് ആവാണ്. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ ലോങ് ആയിട്ട് തോന്നുന്നത്. എന്തായാലും പൊറാട്ട ഉണ്ടാക്കാൻ കുറച്ചധികം ടൈമൊക്കെ ഉണ്ട്. സാധാരണ നമ്മളൊരു അപ്പം ഉണ്ടാക്കണ നൂലപ്പം ഉണ്ടാക്കണ മതിയല്ല, പൊറാട്ടയ്ക്ക് കുറച്ചധികം ടൈം വരും. എന്നാലും നല്ല റെസിപ്പി നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പി നമുക്ക് കഴിച്ചുകൂടെ. നമ്മളെ വീട്ടിൽ നമ്മളെ കൈ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ പൊറാട്ട അത് വേറെ ലെവൽ തന്നെ ഇക്കാരം. അത് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അവനവൻ്റെ കൈ കൊണ്ട് അവനവൻ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇതുപോലെ പരത്തിയെടുക്കാൻ വളരെ സിമ്പിളാണ്. ഇത് പരത്താൻ എന്തോ ഒരു സുഖമാണ് പരത്താൻ. ഇതേപോലെ കാട്ടുമ്പോൾ ഇങ്ങോട്ട് പരന്ന് കിട്ടും. അങ്ങനെയൊക്കെയാണ് പൊറാട്ട ഉണ്ടാക്കൽ എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതുപോലെ പരത്തിയെടുക്കാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. പരത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് ചുട്ടെടുക്കുക എന്നുള്ളതാണ്. ചുട്ടെടുക്കുന്ന സ്റ്റെപ്പും കൂടി കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലേക്ക് നീക്കി കൊണ്ടുപോകാം നമുക്ക്. അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ ലഹള കൂട്ടുന്നു പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഞാനിവിടെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലേക്ക് നീക്കി കൊണ്ടുപോവാണ്. അപ്പോൾ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിന്ന് കഴിഞ്ഞിട്ട് അതെങ്ങനെയുണ്ട് നോക്കണം. അങ്ങനെയൊക്കെയാണ് പൊറാട്ടൻ്റെ കാര്യങ്ങൾ. അങ്ങനെ എൻ്റെ പൊറാട്ടൻ്റെ വീഡിയോ അല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോക്ക് തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുക്കണേ, ഷെയറും കൂടി ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളറിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് നമ്മളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു കൂട്ടത്തിൽ. അപ്പോൾ നല്ല പൊറാട്ട അപ്പുറം മറിച്ചും തിരിച്ചു വിടുമ്പോൾ നല്ലൊരു പൊറാട്ട നമുക്ക് റെഡിയായി കിട്ടുന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. നല്ലൊരു പൊറാട്ട. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നല്ലൊരു പൊറാട്ട നിങ്ങൾക്ക് കൊടുന്നാൽ കിട്ടുക. നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിയിട്ട് കാര്യമില്ല. നമ്മളെ കൈകൊണ്ട് നമ്മളെ കുട്ടികൾക്ക് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് ചൂടോടുകൂടി ചട്ടിയിൽ നിന്ന് നേരിട്ട് നമ്മളുടെ പാത്രത്തിലേക്ക് ചാടുമ്പോൾ അത് വേറെ ലെവലാണ് മക്കളെ. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മൾ എങ്ങനെയായാലും കടയിൽ നിന്ന് വാങ്ങണേലേറെ എത്രയും ഗുണമുള്ള ഒന്നാണ് പൊറാട്ട. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നമ്മളെ കൈകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ റെസിപ്പി, അതും ചോറ് കൊണ്ട് എങ്ങനെ ഒരു പൊറാട്ട ഉണ്ടാക്കിയെടുക്കാൻ. ഒരു പൊറാട്ടയല്ല ഉണ്ടാക്കിയത്, 10 പൊറാട്ടയാണ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നല്ല വീഡിയോ. അപ്പോൾ ഇതും ഞാൻ ചുട്ടെടുക്കുകയാണ്. അങ്ങനെ തിരിച്ചും മറിച്ചും അങ്ങനെ ചുട്ടെടുക്കുക. അപ്പോൾ പരത്തിയെടുക്കലും വീശിയെടുക്കലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ. നല്ല അടിപൊളി വീഡിയോ. അങ്ങനെ ഇവിടെ പൊറാട്ട റെഡി ആയിക്കണം. ഇതേപോലെ എല്ലാ പൊറാട്ടയും ഇതേപോലെ റെഡിയാക്കി എടുക്കുക. അങ്ങനെ എല്ലാ പൊറാട്ടയും റെഡിയായി കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചൂടോടുകൂടി ഇത് 4 എണ്ണം ആയി കഴിഞ്ഞാലാണ് പിന്നെ വീശിയടിക്കല്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? പിന്നെ ഓരോന്നും നമ്മൾ എന്താ ചെയ്യണം നോക്കിക്കോളി. ഇത് ചൂടോടുകൂടി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുക. ചൂടാറാൻ സമ്മതിക്കരുത്. ചൂടാറി കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടി ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് റെഡിയായി കിട്ടൂല കേട്ടോ. പൊറാട്ട നല്ല ചൂടോടുകൂടി ഇങ്ങനെ റെഡിയാക്കി എടുക്കുമ്പോഴാണ് നന്നായിട്ട് നമ്മൾ സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് എങ്ങനെയാണോ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക നല്ല പൊറാട്ട. ആരെങ്കിലും പറയുമോ അത് ചോറ് കൊണ്ടുണ്ടാക്കിയ പൊറാട്ടയെന്ന്? ആർക്കെങ്കിലും മനസ്സിലാകുമോ അത് ചോറ് കൊണ്ടുണ്ടാക്കിയ പൊറാട്ടയാണെന്ന്? പിന്നെ നമ്മൾ സാധാരണ ഒരു 7 പൊറാട്ട ഉണ്ടാക്കേണ്ട ഇതിന് നമ്മൾ 10 പൊറാട്ട ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മൾ ചോറ് ചേർത്ത് കൊണ്ടാണ് ഇങ്ങനെ 10ഉം 11ഒക്കെ പൊറാട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഉള്ളത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് 8 പൊറാട്ടയേ ഉള്ളൂ. 8 പൊറാട്ടയല്ല, 3 എണ്ണം കുട്ടികൾ മദ്രസക്ക് പോയപ്പോൾ കഴിച്ചതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ 10-11 പൊറാട്ട ഞാൻ ഉണ്ടാക്കിയിരിക്കണം എന്നുള്ളത് പറഞ്ഞു തരാനുള്ള കാരണം. ഇങ്ങനെ ഓരോന്നും നമ്മൾ ഇങ്ങനെ പരത്തിയെടുക്കുക. ഇതേപോലെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചായ കുടിക്കണം. കുട്ടികളൊക്കെ മദ്രസയിലേക്ക് ചായ കുടിച്ചിട്ട് പോയി. ഇനി ഇവിടെ കുറച്ച് കുട്ടികൾ മാത്രമുള്ളൂ. വേറൊരു മോളുണ്ട് മദ്രസക്ക് പോകാത്ത. ഓൾക്ക് കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ലൊരു പൊറാട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ ചോറ് കൊണ്ടുണ്ടാക്കിയ പൊറാട്ട ആയതുകൊണ്ട് നല്ലൊരു പൊറാട്ടയാണ് വീഡിയോയിൽ കണ്ടത്. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വൈൻഡപ്പിലേക്ക് പോവുകയാണ്. ഇതുപോലെ അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു പൊറാട്ടയല്ല നിങ്ങൾ കണ്ടത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊറാട്ടയല്ല നിങ്ങൾ കണ്ടിരിക്കണത്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് കൂടി ഇട്ടോളി.
അപ്പോൾ തുടർന്നുള്ള എൻ്റെ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കണ്ട് വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലാണ് നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പോകാണ്. കടലങ്ങൾ നല്ല പൊറാട്ട, ചോറ് കൊണ്ടുണ്ടാക്കിയ പൊറാട്ട എന്ന് ആരെങ്കിലും പറയോ? ഇതുപോലെ ഒരു പൊറാട്ട നിങ്ങൾക്ക് കൊടുന്നാൽ കിട്ടുക എവിടുന്നും കിട്ടൂല. ഇതുപോലെ പൊറാട്ട എൻ്റെ വീഡിയോയിൽ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കവറിൽ കെട്ടിവെച്ച പൊറാട്ട ഞാനാണ് യൂട്യൂബിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവന്ന് തള്ളുന്നത്. അവിടെ എനിക്ക് 1 ലക്ഷം വ്യൂസ് കടന്നു വന്ന് 1,06,000 വ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വീണ്ടും വന്നതാണ് ഇവിടെ പൊറാട്ടയുടെ ഒരു വീഡിയോ ആയിട്ട്. ഇത്രയും നേരം കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഈ നിമിഷത്തിൽ പറയാനുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക. അത്രയേ ഉള്ളൂ. അപ്പം നന്ദി രേഖപ്പെടുത്താനുള്ള ടൈമാണ്. നന്ദി. സബ്സ്ക്രൈബ് ചെയ്ത പുതിയ കൂട്ടുകാർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ പോവുകയാണ്. ഇനി മുട്ടക്കറിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്ക് ചിക്കൻ എത്തിയിരിക്കുന്നു. അപ്പോൾ ചിക്കൻ ഇട്ടു. പിന്നെ മുട്ട പുഴുങ്ങിയത് എന്ത് ചെയ്യും? നമ്മൾ ഈ കറീൻ്റെ താഴത്തേക്ക് ഒഴിച്ചെടുത്ത് കണ്ട് ഞാൻ ഇവിടെ മുട്ടക്കറിയും ചിക്കൻ കറിയും ഒന്നാക്കി മാറ്റിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്നാക്കി കൂട്ടി കഴിച്ചപ്പോൾ ഒരു വേറെ ലെവലാണ്. നല്ല സൂപ്പർ ടേസ്റ്റി ഹെൽത്തി റെസിപ്പി. വാക്കുകളില്ല, വർണ്ണിക്കാൻ വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പോകാണ്. അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. എൻ്റെ വീഡിയോക്ക് എന്നോടൊപ്പം നിന്ന് സപ്പോർട്ട് ചെയ്ത് സഹകരിച്ച കുട്ടികൾ സ്കൂളിലേക്ക് പോവുകയാണ്. സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ശബ്ദ കോലാഹലങ്ങൾ വീഡിയോയിൽ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി. വേഗമുണ്ടോ? മഴ പെയ്യണമൊന്നുമില്ല. ഞോര നോണണ്ടായിക്കോ. ഇല്ല ടൈം വേസ്റ്റ് ആക്കാം. ആരും കൂടെ പിടിച്ചേട്ടോ അല്ലേ? പോയിക്കാൻ്റെ കൈ പിടിച്ചേ. സലാം പറയ്. വലൈക്കും അസ്സലാം.